ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? സുഖം തന്നെയല്ല എല്ലാവർക്കും? എനിക്ക് സുഖമാണ്. ഞാൻ ഇറച്ചിയും പൂളിയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂട്ടുകാർക്കാണ് കാട്ടിത്തരും ചെയ്യാം. അപ്പോൾ ഇതിൽ ആദ്യം ഇറച്ചി കഴുകിയിട്ട് 2 സ്പൂണ് കൊത്തമല്ലിപ്പൊടിയും 1 സ്പൂൺ മുളകും പൊടിയും ഞാൻ ആദ്യം ഇട്ടിക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇട്ടു. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് അതും ഇട്ടു. പിന്നെ ഇതിലേക്ക് ഇടേണ്ടത് കുറച്ച് കുരുമുളക് പൊടി ഇടണം. കുരുമുളക് നമ്മളെ അടുത്ത് പൊടിയില്ല, അപ്പോൾ കുറച്ച് കുരുമുളകുണ്ട്. അപ്പോൾ അതാണ്ട് പൊടിച്ചിങ്ങാണ്ട് ഇടാമെന്ന് വിചാരിച്ചു. 2 പച്ചമുളകും 2 പച്ചമുളകൊക്കെ കീറിയിടാം. കുക്കറിൽ വെക്കണം എന്തിനറിയോ? ഇതാ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ഇടണം. ഇട്ടു. കുരുമുളകിൻ്റെ പൊടി ഇട്ടെങ്കിലുള്ളത് ടേസ്റ്റ് ഉണ്ടാവുക. എങ്ങനെയായാലും ഇറച്ചി മീൻ വെക്കുമ്പോൾ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇടും, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഇട്ട്. ഇനി നല്ലോണം കുഴക്കട്ടെ. കൈ വെച്ചാണ് കുഴക്കുക, പക്ഷെ കൈ വെച്ച് കുഴക്കാൻ എനിക്ക് കഴിയൂല, എന്നെ കൊണ്ട് കഴിയൂല. അപ്പോൾ അത് ചട്ടം വെച്ചിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കട്ടെ. നല്ലോണം ഇളക്കി ഉപ്പും മസാലയൊക്കെ നല്ലോണം ചേർത്തതിൻ്റെ ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇങ്ങനെയാണ് നമ്മൾ വെക്കൽ. ഇതും സേലത്തൊന്നും ഇങ്ങനെ വെക്കൂല കേട്ടോ. ഇറച്ചിയും പൂളിയും വെക്കാനൊന്നും അറിയില്ല. അങ്ങനെ വെച്ച് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. നമ്മൾ ഇറച്ചിയും പൂളിയും വെക്കും. അതേപോലെ ഇറച്ചിക്കറിയും പൂള വേവിച്ചുകൊണ്ട് അത് അങ്ങനെ വെക്കും. പിന്നെ ഇറച്ചിയിൽ ഇടിച്ചൊക്കെ ഇട്ട് വെക്കും. അങ്ങനെയൊക്കെ വെക്കുന്നതാണ്. പക്ഷെ അതൊന്നും സേലത്ത് വെക്കലില്ല. ഇനി ഇതിലേക്ക് 2 മണി കുരുമുളക് കല്ലിൽ തന്നെ പൊടിച്ചതില്ല. പിന്നെ മിക്സിയിൽ പൊടിച്ചാൽ മാത്രം കുരുമുളക് ഇട്ടില്ലേനും. അപ്പോൾ ഇതിലൊന്നൊരു ചതച്ചിങ്ങാണ്ട് ഇട്ടാൽ മതി, അല്ലാണ്ട് പോകും. പക്ഷെ ആ പൊടി ഇടണീലേറെ ഇങ്ങനെ ഇടാണ് കേട്ടോ ടേസ്റ്റും. അതുകൊണ്ട് ഇതിട്ടാണ്ട് നല്ലോണം ഇളക്കിയിട്ടേ നല്ലോണം ഒന്ന് ഇളക്കിങ്ങാണ്ട് അവിടെ മൂടി വെച്ചാൽ മതി. മൂടി വെച്ചിട്ട് അടുപ്പത്ത് വെക്കുക. നമ്മൾ 4 വിസിലിടും. അത് ഇങ്ങനെ വേവിച്ചിങ്ങാണ്ട് പിന്നെ മൺചട്ടിക്ക് മാറ്റിയിട്ട് അതിൽ പൂള ഇട്ടുങ്ങാണ്ട് വേവിച്ച പൂളതാ ഇവിടെ തൊലിച്ച് വെച്ചിക്കണ്. ഇനി ഇതൊന്നുകൊണ്ട് കൊത്തി നുറുക്കിയെടുക്കണം. ഇതാണ് കൊത്തി നുറുക്കിയെടുത്തുകൊണ്ട് അപ്പോൾ കുക്കർ വിസിലടിച്ചിൽ കഴിഞ്ഞു, ഓഫാക്കിയാണ്. ഇതാ ഈ മൺചട്ടിക്ക് ഇട്ടേക്കാണ്. ഇനി ഇതിലേക്ക് ഈ പൂളയും കൊണ്ട് ഇട്ടുകാണ്ടേ ഇതിലേക്ക് വെള്ളം ഇത് പോരാ. അപ്പോൾ കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് പൂളൻ്റെ മേലാണ്ട് ഒഴിച്ചിങ്ങാണ്ട് അടുപ്പത്ത് വെക്കുക. പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മസാല കുറച്ച് കൂട്ടി കൊടുക്കേണ്ടി വരും. അല്ല, നമ്മൾ ഇറച്ചി വെക്കുമ്പോൾ തന്നെ നല്ലോണം മസാല ഇട്ട് വെച്ചിക്കണമെങ്കിൽ അത് മതിയാവും. നമുക്കിപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് മസാല. ഇനി ഉപ്പ് നോക്കിയിട്ട് പൂള ഒന്ന് വെന്തതിൻ്റെ ശേഷമേ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കേണ്ടി വരും. അത് ചൂടുവെള്ളം ഒഴിച്ചു. ഇനി നല്ലോണം ഒന്ന് മൂടി വെച്ചിങ്ങാണ്ട് നല്ലോണം ഒന്ന് വേവട്ടെ. അപ്പോൾ വെന്തുക്കണു. നല്ലോണം വെന്തുക്കണം കേട്ടോ പൂള. നല്ല വേവണ പൂളയാണ്. 2 ദിവസമായി കൊണ്ടുവന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മക്കളെ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. എന്താണ് തെറ്റ് എൻ്റെ അടുത്തുള്ളത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ തിരുത്തിക്കോളാം.
അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അസ്സലാമു അലൈക്കും.